2025 NEET question number 11. The ratio of wavelength of light absorbed by hydrogen atom when undergoes N2 to N3 and N4 to N6. ഹൈഡ്രജൻ ആറ്റത്തിന്റെ സെക്കൻഡ് ഓർബിറ്റിൽ നിന്നും തേർഡ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന സമയത്തുള്ള വേവ് ലെങ്തും ഫോർത്ത് ഓർബിറ്റിൽ നിന്നും സിക്സ്ത് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന സമയത്തുള്ള വേവ് ലെങ്തിന്റെയും റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. 1/λ1 = RH × 1/n1² - 1/n2² എന്നിടാം. റെഡി അല്ലേ? ഇൻവേഴ്സ് ഓഫ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സെക്കൻഡ് ഓർബിറ്റിൽ തേർഡ് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന സമയത്തുള്ള വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാണ്. 1/λ1 = RH × 1/2² എന്നുള്ള 1/4 ആണ്. -1/3² 1/9 ആണ്. റെഡി അല്ലേ? അപ്പൊ n1 എപ്പോഴും ചെറിയ നമ്പർ ആയിരിക്കും. 1/2² - 1/3². Thus 1/λ1 = RH × 5/36 വരും. 5/3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഈ 9 ഇങ്ങോട്ട് വന്നു. 9 - 4 / 9 × 4 36. ദാറ്റ് ഈസ് 1/λ1 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഫോർത്ത് ഓർബിറ്റിൽ നിന്ന് സിക്സ്ത് ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന സമയത്തുള്ള വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. 1/λ2 = RH × 1/4 എന്ന 1/16 ആണ്. 1/16 - 1/36 വരും. 4 to 6 അല്ലേ? 4th 6th ജമ്പ് ചെയ്യുന്ന സമയത്തുള്ള വേവ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 1/λ2 = RH × 20/576 വരും. ക്ലിയർ അല്ലേ? പക്ഷെ നമുക്ക് റേഷ്യോ ആണ്. λ1 λ2 തമ്മിലുള്ള റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡിവൈഡ് ചെയ്യുക. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1/2 ചെയ്താൽ മതി. 1/2 ചെയ്യുകയാണെങ്കിൽ 1/λ1 into λ2/1 = നമുക്ക് കിട്ടുന്നത് 5RH/36 into 576 again 576 / 20RH 20RH വരും. ക്യാൻസൽ ചെയ്യാം. RH ക്യാൻസൽ ചെയ്തു. 5 ും 20 ക്യാൻസൽ ചെയ്താൽ 4 കിട്ടും. 36 ഉം 576 ക്യാൻസൽ ചെയ്താൽ 16 കിട്ടും. 4 ഉം 16 ഉം 4 വന്നു. ദാറ്റ് ഈസ് λ2/λ1. λ2/λ1 = 4 ആണ് വരുന്നതെങ്കിൽ λ1/λ2 എത്ര വരിക? 1/4 വരും. ആൻസർ λ1/λ2. അതായത് λ1 ഉം λ2 തമ്മിലുള്ള റേഷ്യോ എത്രയാ? 1/4 ആണ്. റെഡി അല്ലേ?